ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം പൂർണ്ണമായതിനു പിന്നാലെ ഡൽഹി കേന്ദ്രീകരിച്ച് നിർണായക രാഷ്ട്രീയ നീക്കങ്ങൾ. ബിജെപിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാതെ വന്നതോടെ സഖ്യകക്ഷികളായ ടിഡിപി, ജെഡിയു എന്നിവരുടെ നിലപാടാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. തങ്ങളുടെ ശക്തി മനസ്സിലായതോടെ ഇരു പാർട്ടികളും അതിശക്തമായ വിലപേശലിനാണ് തയ്യാറെടുക്കുന്നത്. ഇന്ന് ഡൽഹിയിൽ NDA യോഗവും ഇന്ത്യ മുന്നണി യോഗവും ഉണ്ട്. ബീഹാറിൽ നിന്ന് ഒരു വിമാനത്തിലാണ് JDU നേതാവ് നിതീഷ് കുമാറും RLD നേതാവ് തേജസ്വി യാദവും ഡൽഹിക്ക് പുറപ്പെട്ടത്. നിതീഷ് NDA യോഗത്തിനും തേജസ്വി ഇന്ത്യ സഖ്യയോഗത്തിനുമാണ് എത്തുന്നത്. NDA യോഗത്തിൽ പങ്കെടുക്കുമെന്നും നിതീഷും ചന്ദ്രബാബു നായിഡുവും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി അടക്കം വലിയ ഉപാധികളോടെയാണ് നായിഡുവിന്റെ വരവ്. ഇതുകൂടാതെ TDPക്കും ജനസേവാ പാർട്ടിക്കും സുപ്രധാന വകുപ്പുകൾ, NDA കൺവീനർ സ്ഥാനം എന്നിവയാണ് നായിഡു മുന്നോട്ട് വയ്ക്കുന്ന ചില ഉപാധികൾ. നിതീഷ് ആകട്ടെ തന്റെ ആവശ്യങ്ങൾ യോഗത്തിനുള്ളിൽ വ്യക്തമാക്കാമെന്ന നിലപാടിലാണ്. ഉപപ്രധാനമന്ത്രി പദം അടക്കം ആവശ്യങ്ങളാണ് നിതീഷ് മുന്നോട്ട് വയ്ക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. കേരളത്തിൽ KC വേണുഗോപാൽ, കർണാടകയിൽ നിന്ന് DK ശിവകുമാർ എന്നിവരടക്കം കോൺഗ്രസ് നേതാക്കളാണ് TDP, JDU നേതൃത്വവുമായി അനൌദ്യോഗിക ചർച്ചകൾ നടത്തുന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അതേസമയം നിതീഷുമായും നായിഡുവുമായും അടുത്ത ബന്ധമുള്ള കോൺഗ്രസ് നേതാക്കൾ ഇരുവരുമായും പ്രാഥമിക ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇന്നത്തെ NDA യോഗത്തിൽ BJP സ്വീകരിക്കുന്ന നിലപാടിനനുസൃതമായിരിക്കും ഇരു പാർട്ടികളുടെയും രാഷ്ട്രീയ നീക്കങ്ങൾ. ആന്ധ്രയിൽ BJPയുടെ സഖ്യകക്ഷിയായ TDP നിയമസഭ, ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വൻ മുന്നേറ്റമാണ് നടത്തിയത്. 16 ലോക്സഭാ സീറ്റുകളിലാണ് TDP വിജയിച്ചത്. BJP 3 സീറ്റിലും വിജയിച്ചു. YSR കോൺഗ്രസ് 4 സീറ്റിലാണ് ജയിച്ചത്. മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസ് തകർന്നടിഞ്ഞു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 132 സീറ്റാണ് തെലുങ്കുദേശം പാർട്ടി നേടിയത്. YSR കോൺഗ്രസ് 16 സീറ്റിൽ ഒതുങ്ങി. പവൻ കല്യാണിന്റെ ജനസേന പാർട്ടി 20 സീറ്റ് നേടിയപ്പോൾ BJP 7 സീറ്റ് നേടി. ബീഹാറിൽ ജനതാദൾ 12 സീറ്റിലാണ് വിജയിച്ചത്. BJPയും 12 സീറ്റുകളിൽ വിജയിച്ചു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.